വയനാട് ജില്ലയിൽ അധികം ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് മണിക്കുന്നുമല. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര മണിക്കുന്നുമലയിലേക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങളും നമ്മുടെ യാത്രയിൽ കൂടെ കൂടിക്കോ. മീനമാസത്തിലെ ഉത്രം നാളിൽ സ്വയംഭൂവായ വിഷ്ണുവിനെ കാണാൻ ആയിരക്കണക്കിന് ഭക്തരാണ് കേട്ടോ ഈ മലയിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് മനു മഹർഷി ഈ മലയിൽ തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി എന്നതാണ് കേട്ടോ ഇവിടുത്തെ ഐതിഹ്യം. അഡ്വഞ്ചർ ട്രെക്കിങ്ങിന് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ മണിക്കുന്നുമല. നല്ലോണം കയറ്റവും അതുപോലെ തന്നെ ചെങ്കുത്തായ ഇറക്കവും ഒക്കെ കൂടിയ അടിപൊളിയൊരു പ്ലേസ് ആണ് കേട്ടോ ഇവിടം. നമ്മൾ ഇപ്പൊ കേറുന്നതാണ് കേട്ടോ ഗോവിന്ദൻ പാറ. ഇവിടെ ഭയങ്കരമായ വിശ്വാസത്തോടു കൂടിയാണ് ഓരോ ഭക്തരും ഈ ഒരു മല കയറി കഴിയുന്നത്. ഗോവിന്ദൻ പാറയിൽ കയറുന്ന ഓരോ വിശ്വാസിയും ചെരുപ്പൂരി ഗോവിന്ദനാമം ജപിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പാറ കയറുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലെത്തിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ ആ ഒരു പ്രദേശം മൊത്തം നല്ല ഭംഗിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ല രീതിയിൽ തണുപ്പായിരുന്നു. കാരണം രാവിലെ 6 മണിക്ക് നമ്മൾ കയറാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം 8 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മലയുടെ പകുതി മാത്രമേ എത്തിയിട്ടുള്ളൂ. നമ്മളിപ്പോ 2 പാറ കൂടി ചേർന്നൊരു ഗുഹ പോലുള്ളൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും കണ്ട പേടി വരുന്നൊരു ഗുഹയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഏകദേശം മണിക്കുന്ന് മലയുടെ പകുതിയോളം എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനടക്കമുള്ള എല്ലാരും തന്നെ നന്നായിട്ട് തളർന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇത്ര ദിവസം നമ്മൾ നടക്കാത്ത വഴിയും അതുപോലെ തന്നെ കയറ്റം കയറി 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 നമ്മളുടെ കാലെല്ലാം തളർന്നു പോയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിയിൽ നമ്മൾ കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം മലയുടെ ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളം കഴിക്കാനുള്ളത് ഒന്നും തന്നെ കിട്ടില്ല എന്നുള്ളത് ആരോ പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഓരോരുത്തരും കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയൊരു കയറ്റം കഴിഞ്ഞതിന് ശേഷം നിരപ്പായ ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും നമ്മളെല്ലാവരും നന്നായിട്ടൊന്ന് വിശ്രമിച്ച് കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ കുറേശ്ശെ കഴിച്ചുട്ടോ. കണ്ടോ ആ മുകളിൽ കണ്ടോ ഒരു പാറ, അതിന്റെ മുകളിൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത് കാണുന്നുണ്ടോ? അവിടെ നമുക്ക് എത്തണം. കാണുമ്പോ വിചാരിക്കും ഭയങ്കര സിമ്പിളാണെന്ന്. അല്ലട്ടോ, ഒരുപാട് ദൂരം ഇനി പോകേണ്ടതുണ്ട്. ജിനുവേട്ടൻ എന്നോട് വാ മതി മതിയെന്ന് പറഞ്ഞ് വെയിലാകുമ്പോഴത്തേക്ക് നമുക്ക് മലയുടെ മുകളിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ വരി വരിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞു വാവകൾ മുതൽ വയസ്സായവർ വരെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ
നമ്മളുടെ ഈ യാത്രയിൽ ഉടനീളം ഇത് വെറും ഒരു മലകയറ്റമല്ല കേട്ടോ. നമ്മൾ ആഗ്രഹിച്ച് നോയമ്പെടുത്ത് വിശ്വാസപ്രകാരം കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നതാണ് കേട്ടോ വിശ്വാസം. ആദ്യമായി മല കയറുന്നവര് 7 ദിവസത്തെ നോയമ്പും അല്ലാതെ കയറുന്നവര് 3 ദിവസത്തെ നോയമ്പും എടുത്ത് കയറുന്നതാണ് കേട്ടോ വിശ്വാസം. വിശ്വാസപ്രകാരമുള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ മലമുകളിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് നമ്മളെല്ലാവരും. അങ്ങനെ നമ്മൾ ആ മലമുടുക്കിൽ നമ്മുടെ വിഷ്ണു ഭഗവാനെ കാണാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. വിഷ്ണു ഭഗവാൻ എന്ന് പറയുമ്പോൾ ഒരു അമ്പലമല്ല കേട്ടോ, ഒരു ചെറിയൊരു വിഗ്രഹം മാത്രമാണ് അവിടെയുള്ളത്. അങ്ങനെ ആയിരക്കണക്കിന് ഭക്തരിതാ നമ്മുടെ വിശ്വാസപ്രകാരം ഇതിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ആറ് മണിക്ക് മല കയറാൻ തുടങ്ങിയിട്ട് ഏകദേശം 9:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഏറ്റവും മുകളിലെത്തിയത്. മുകളിലെത്തിയപ്പോൾ സാധാരണ നല്ല വെയിലാണെങ്കിലും ഇന്ന് നല്ല രീതിയിൽ മൂടൽ മഞ്ഞായിരുന്നു കേട്ടോ. അത് കാരണം നമ്മുടെ താഴ്ഭാഗം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 2 ഭാഗത്തും ചെങ്കുത്തായ കൊക്കയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവുന്ന ചോദിച്ചാൽ അത്രമാത്രം പേടിയാവുന്ന രീതിയിലുള്ള മലയുടെ മുകളിലാണ് കേട്ടോ നമ്മളുള്ളത്. പക്ഷെ ആ മൂടൽമഞ്ഞ് എവിടെ നിന്നാ വരുന്നതെന്ന് അറിയില്ല. അത്രമാത്രം മൂടൽമഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുകയായിരുന്നു നമ്മുടെ മണിക്കുന്ന് മല മൊത്തം. മണിക്കുന്ന് മലയുടെ ഒരു വശം തൃക്കേപ്പറ്റയും മറുവശം കൽപ്പറ്റയുമാണ് കേട്ടോ. കാരാപ്പുഴ ഡാം ദൂരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ക്യാമറയിൽ മഞ്ഞായത് കാരണം കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല കേട്ടോ. എന്തായാലും ഈ ഒരു യാത്ര അടിപൊളിയൊരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു. അതുപോലെ തന്നെ വിശ്വാസപ്രകാരം വന്നതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നത്. അടുത്ത വർഷം ഇവിടെ വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ വഴിപാടുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തിരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കാരണം കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെയിൽ വരും. അങ്ങനെ ചൂടായത് കാരണം ഒരു ഐസ്ക്രീമും വാങ്ങി കഴിച്ചിട്ട് ചെങ്കുത്തായ ഇറക്കം ഇറങ്ങിയിട്ടാണ് ഇനി അടുത്ത യാത്ര. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വലിയ വലിയ വടികളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം കയറുന്നത് പോലെ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് ഒരുപാട് പേര് പറയുന്നത്. അങ്ങനെ ഇതാ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇതൊരു കാനന പാത തന്നെയാണ് കേട്ടോ. കാടിനുള്ളില് ഒരുപാട് വന്യജീവികൾ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടത്. അങ്ങനെ നമ്മളിതാ താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ കാലൊക്കെ വേദനിക്കുന്നുണ്ട്. കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മളിതാ നടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നടന്ന് തളർന്നപ്പോ ഏതോ ഒരു ചേട്ടൻ എനിക്കൊരു വടി തന്നുട്ടോ. പിന്നെ മുത്തശ്ശി നടക്കുന്ന പോലെ വടി കുത്തിപ്പിടിച്ചിട്ടായിരുന്നു എന്റെ നടപ്പ്. അങ്ങനെ ഏകദേശം നടന്ന് നമ്മൾ വന്ന സ്ഥലം എത്താനായിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ ഏകദേശം താഴെ എത്താനായിട്ടുണ്ട് കേട്ടോ. ഐതിഹ്യപ്രകാരം അമ്പലത്തിന്റെ തൊട്ട് താഴെയുള്ള പുഴയിൽ കാല് കഴുകിയിട്ട് കയറണമെന്നായതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത യാത്ര അവിടെയുള്ള പുഴയിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ചെറിയൊരു അരുവിയിൽ പോയിട്ട് കാലെല്ലാം കഴുകാണ് കേട്ടോ. ഈ ഒരു യാത്രയിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയ്യും കാലും മുഖമെല്ലാം കഴുകി. ഇതൊക്കെ ഒരു വിശ്വാസമാണ് കേട്ടോ. വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ ആ നേരെ അമ്പലത്തിലേക്ക് പോവാണ്. അവിടെ നമുക്ക് കഞ്ഞിയും തോരനെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളിത് വീട്ടിലേക്ക് തിരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ ഒരു യാത്ര ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്തൊരു യാത്രയായിട്ട് വരും വരയ്ക്കും എല്ലാവർക്കും ടാറ്റാ.